പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം കൊണ്ട് ദൈവം നമുക്ക് ദാനമായി തന്നു. ഈ പ്രഭാതത്തിലും ദൈവപാദപീഠത്തിൽ വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളെ വീണ്ടും ഒരുമിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് തിരുവചന വെളിച്ചത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുവാൻ നമുക്ക് ലഭിക്കപ്പെട്ട ഈ സന്ദർഭം ഒരിക്കലും പാഴാക്കരുത്. നാം കേൾക്കുന്ന തിരുവചന ഭാഗങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കേണ്ട ഒരു കടപ്പാടും കൂടെ ഈ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. ആകയാൽ നമ്മുടെ പഠന വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഞാനും നിങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനം, ദ ത്രോൺ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ന്യായാസനം. അപ്പം അതിൽ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ നൽകിയത്. ധാരാളം ചോദ്യങ്ങൾ എൻ്റെ പക്കൽ വരാറുണ്ട്. എന്നാൽ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണെങ്കിൽ തന്നെയും അതിനൊക്കെയുള്ള മറുപടികൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മറുപടികൾ കൂടെ നമ്മുടെ ഓരോ ക്ലിപ്സിലും ആഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നാം കാണുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ ആര് വരും എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നമ്മൾ വരും, അതിന് യാതൊരു വിധമായ സന്ദേഹവും വേണ്ട. എന്നാൽ അതിനു മുൻപ് ഒരു കാര്യം നാം ഒന്ന് ഇറങ്ങി പഠിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ കർത്താവ് എന്തുകൊണ്ടാണ് രണ്ടാമത് ഈ ഭൂമിയിലേക്ക് വരുന്നത്? ദൈവസഭയെ ചേർക്കുവാനായിട്ട് കർത്താവ് വരേണ്ടതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഏതാണ്ടൊരു 12 കാരണങ്ങൾ ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാരണം എന്തുകൊണ്ട് യേശുക്രിസ്തു ഭൂമിയിലേക്ക് രണ്ടാമത് വരണം എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ കാരണം. യേശുക്രിസ്തു ഈ ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചു. 30 വർഷം തൻ്റെ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങി ജീവിച്ചു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്നുള്ള 3.5 വർഷം പിതാവിൻ്റെ ഇഷ്ടം കർത്താവ് ചെയ്തു. ആ 3.5 വർഷം തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ലോകത്തോട് താൻ പ്രസംഗിക്കുകയും ചെയ്ത പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്, ഞാൻ പോയതുപോലെ വീണ്ടും വരും. കർത്താവ് രണ്ടാമത് ഈ ഭൂമിയിൽ അവതരിക്കും എന്ന്, അല്ലെങ്കിൽ രണ്ടാമത് വരും എന്ന് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ടാമത് വരുന്നത് എന്തിനാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ഭാരതത്തിൽ തന്നെ വ്യത്യസ്തരായ ഗുരുക്കന്മാർ ഉദയം ചെയ്തിട്ടുണ്ട്. ധാരാളം ദൈവങ്ങൾ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിട്ടുണ്ട്. അത്ഭുത സിദ്ധികളുള്ള സിദ്ധന്മാർ നമ്മുടെ നടുവിലുണ്ടായിരുന്നു. പക്ഷേ ഇവരാരും മരണത്തിന് അപ്പുറത്ത് ഞാൻ മടങ്ങി വരും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചേർക്കും എന്നിവരാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ ഒരു ഗുരുനാഥൻ ഈ ഉലകത്തിലുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ആ ഗുരുനാഥനാണ് നസറേനായ യേശുക്രിസ്തു. യേശുക്രിസ്തു അല്ലാതെ വേറെ ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അതുമാത്രമല്ല, മരണത്തെക്കുറിച്ചും മരണാനന്തരത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി സ്ഫുടതയോടെ നമുക്ക് ആധികാരികമായി പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഗുരു ഈ ഉലകത്തിലുള്ളത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു രണ്ടാമത് വന്നില്ലെങ്കിൽ
മറ്റുള്ളവർ നമ്മുടെ കർത്താവിനെ വ്യാജൻ എന്ന് വിളിക്കും. അതുകൊണ്ട് വ്യാജൻ എന്ന് വരാതിരിക്കേണ്ടതിന് യേശു ക്രിസ്തുവിന് രണ്ടാമത് ഈ ഭൂമിയിൽ വരേണ്ടത് ആവശ്യമാണ്. ഇനി രണ്ടാമത്തത്, വിശുദ്ധന്മാരുടെ പ്രതിഫലം നൽകേണ്ടതിനാണ് മേഘങ്ങളിൽ കർത്താവ് പ്രത്യക്ഷനാകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം, യേശു ക്രിസ്തുവിൻ്റെ ഉൽപ്രാവണം ദൈവസഭ മധ്യാകാശത്ത് വെച്ചും പുനരാഗമനം ദൈവസഭ ഭൂമിയിൽ വെച്ചുമാണ്. അങ്ങനെ രണ്ട് വരവ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ മേഘപ്രത്യക്ഷതയിൽ കർത്താവ് വരുന്നത് എന്തിനാണ്? കർത്താവ് വരുന്നത് തൻ്റെ വിശുദ്ധന്മാർക്ക്, തന്നെ കാത്തിരുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ ദൈവസഭയോട് ചേരുകയും ക്രിസ്തുവിനെ ധരിക്കുകയും ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തിൽ പങ്കാളികളായി തീരുകയും ചെയ്ത തൻ്റെ വിശുദ്ധന്മാർക്ക് ഒരു പ്രതിഫലം കൊടുക്കേണ്ടതിനാണ് കർത്താവ് രണ്ടാമത് വരുന്നത്. ഇനി കർത്താവ് വരുന്നതിനാണ്? കർത്താവ് വരുന്നത് ലോകത്തെ ഭരിക്കേണ്ടതിനായിട്ടാണ്. ലോകത്തെ ഭരിക്കുക. മൂന്നാമത്, പിശാചിനെ ബന്ധിക്കുവാൻ. അടുത്തത്, സഭയെ വേളി ചെയ്യുവാൻ. അതുമാത്രമാണോ? ഈ വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സകലതും സത്യമായിരുന്നുവെന്ന് ലോകത്തിന് ഒന്നും കൂടെ ബോധ്യപ്പെടുത്തുവാൻ, ആ വിശുദ്ധ ബൈബിളിനെ ഉയർത്തി കാണിക്കേണ്ടതിനായിട്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് രണ്ടാമതായിട്ട് കടന്നു വരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവിനെക്കുറിച്ച് 1000-ൽ പരം പ്രവചനങ്ങൾ നിറവേറിയിട്ടുണ്ട്. 1000-ൽ പരം പ്രവചനങ്ങൾ നിറവേറിയെങ്കിൽ ഇനി യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനവും നിറവേറ്റപ്പെടാൻ ഉള്ളതാണ്. അതുകൊണ്ട് ആ ഒരു പ്രവചന നിവർത്തിക്കായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ രണ്ടാമത് വന്നേ മതിയാവും. ഇനി അടുത്തത് എന്തിനാണ്? ദൂതന്മാർ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാർ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. അടുത്തത്, ദുഷ്ടന്മാരെ ന്യായവിധിക്കാൻ യേശു ക്രിസ്തു വന്നേ മതിയാകും. ഇങ്ങനെ പല കാരണങ്ങളാൽ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഈ ഭൂമിയിൽ സംഭവിക്കണം. അതിൽ പ്രധാനമായ ഒരു പോയിൻ്റ് എന്താണ്? വിശുദ്ധന്മാരെ തൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളേണ്ടതിന് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരണം. ആരാണ് വിശുദ്ധന്മാർ? 50-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ എന്നാണ്. അപ്പോൾ ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിലനിൽക്കുന്ന വിശുദ്ധനെ ചേർക്കുവാനായിട്ടാണ് കർത്താവ് വേഗത്തിൽ വരുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 4:17, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ. ഇങ്ങനെ ഈ വാക്യങ്ങളെല്ലാം നാം വായിച്ച് പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് ഞാൻ പറഞ്ഞല്ലോ, 1000-ൽ പരം പ്രവചനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ആദിമ വരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയത് നിറവേറിയെങ്കിൽ കന്യകാ ജനനത്തിൽ കൂടെയും കാൽവറി മരണത്തെക്കുറിച്ചും അത് അനന്തരം നടക്കേണ്ടുന്ന ആ ദൈവത്തിൻ്റെ ആ വിടുതലുകളെക്കുറിച്ചുമൊക്കെ 1000-ൽ പരം പ്രവചനങ്ങൾ ഇവിടെ നിറവേറ്റപ്പെട്ടെങ്കിൽ ഇതും സുനിശ്ചിതമാണ്. അനന്തവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വേഗം വരും. ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൊരു മുദ്രാവാക്യം ഇങ്ങനെയാണ്: യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു, അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ പ്രഭാതത്തിൽ എൻ്റെ പ്രഭാത ചിന്ത ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നാളത്തെ
ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ കേൾക്കും. ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ തിരുവചനം കേട്ട സകല പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ, ചോദ്യങ്ങൾ ഒക്കെ ഈ താഴെ കാണുന്ന സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ 9350551132. അതിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതല്ല, വാട്സപ്പ് ചെയ്യുന്നവരാണെങ്കിൽ 9999442047 വാട്സപ്പ് അയയ്ക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.